എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഠിക്കാനൊരു പുഷ് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ചെന്ന് ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു സ്റ്റുഡന്റിനെ കിട്ടിയെന്നല്ലാതെ അവർക്ക് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നൊന്നും തിരക്കാത്തൊരു പ്ലാറ്റ്ഫോമിലോട്ട് പോകരുത്. അങ്ങനെ സപ്പോർട്ട് കിട്ടുന്നിടത്തുനിന്ന് പോകണമെന്ന് ഞാനിപ്പം ഇന്നും ഇപ്പം നമ്മൾ മുൻപ് പഠിച്ചവരൊക്കെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ചൂസ് ചെയ്യണം. അല്ലാതെ ഫീസിൻ്റെ റേറ്റ് കുറവ് നോക്കിപ്പോയി എവിടെയും പോയി പെടരുതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മുന്നേ കുറേ എക്സാമിന് അങ്ങനെ ജസ്റ്റ് നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴി നമ്മൾ തിരക്കത്ത് പോലുമില്ല. പക്ഷെ മാം അങ്ങനെയല്ല, മാം നോക്കും, ഗ്രൂപ്പിൽ നോക്കും, ഇന്ന ആൾ ആക്റ്റീവ് അല്ല, അപ്പോൾ വന്ന് തിരക്കും, എന്താ കാര്യം, എന്താ പഠിക്കുന്നില്ലേ, ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇനി മാമിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റാണോ, അതാണെങ്കിൽ ഞാനത് മേക്കപ്പ് ചെയ്യാൻ എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് മാം നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു നമുക്കും കുറച്ചും കൂടി ഒരു ഇതാണ്, അയ്യോ മാം എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നല്ലോ, അപ്പോൾ ഞാൻ അതിന് ആ എഫേർട്ടിന് തിരിച്ച് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമെന്ന്. ഞാൻ ആക്ച്വലി ഇന്നാണ് ഞാൻ കുറച്ചെങ്കിലും പഠിച്ചൊരു എക്സാം എഴുതുന്നത്. ഇത്രയും നാൾ അപ്ലൈ ചെയ്യുന്നെങ്കിലും അങ്ങനെ പഠിച്ചെഴുതണമെന്നൊരു മൈൻഡൊന്നുമില്ല. എക്സാം എടുക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് MCQs നോക്കും, എന്നിട്ട് പോയി അറ്റൻഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ കുറച്ചെങ്കിലും പഠിച്ച് എഴുതണം എന്നുള്ളത് ഇന്ന്. പിന്നെ അത് കണക്ക് മുൻപൊന്നും എനിക്ക് എക്സാമിന് മുമ്പ് പേടിയില്ല, കാര്യം പഠിക്കാതെ പോകുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചെങ്കിലും നോക്കിയിട്ട് പോയത് കൊണ്ട് അയ്യോ എഴുതുന്നതും കൂടി തെറ്റി പോകരുതേ, അറിയാത്തത് കൊണ്ട് കറുപ്പിച്ചിട്ട്, അങ്ങനൊരു ഇതാണ്. ഇനി ഇത് കിട്ടുമോ കിട്ടത്തില്ല അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ പഠിച്ച കാര്യം നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ സാറ്റിസ്ഫാക്ഷൻ.